പറഞ്ഞ അമ്മക്കുട്ടി പറഞ്ഞ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫൈനലി ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അതെ സ്ലിം ഫിറ്റ് തന്നെ കിട്ടി. അങ്ങനെ ഇത് ഒരാൾ ഷൂ മേടിക്കാൻ പോയിട്ട് 50 പൗണ്ടിന്റെ ഷൂ മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് 150 പൗണ്ടിന്റെ ഷൂ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അങ്ങ് വേണമെന്ന് പറഞ്ഞു. ഇതേ ഞങ്ങളിത് ആമിക്കുട്ടിക്ക് പുതിയ യൂണിഫോം ഒക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അല്ലടി ആമി? ആമി ഇനി സ്കൂളിലൊക്കെ ചേരാൻ വേണ്ടി പോവാ. യൂണിഫോം ഒക്കെ ഇട്ടാണ് ഇനി യൂണിഫോം ഒക്കെ ഇട്ടാ വേണ്ടി മോന്ത് നോക്കിയേ. സ്കൂളിൽ പോവാന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണിന്റെ മോന്ത് നോക്കിയേ. ആറ്റിറ്റ്യൂഡൊക്കെ വരാൻ തുടങ്ങി. ഇപ്പൊ നമ്മളിവിടെ ഷോപ്പിൽ വന്നിരിക്കുവാണ് കേട്ടോ. ആമിക്ക് യൂണിഫോം മേടിക്കണം. ഇവിടെ അസ്തേ കിട്ടും. നമ്മള് നാട്ടിലെ പോലെ ഷർട്ടും അല്ലെങ്കിൽ പാവാടയും മാത്രം മേടിച്ചാൽ പോരല്ലോ. ഇവിടെ തണുപ്പായതുകൊണ്ട് സ്വെറ്റർ മേടിക്കണം, കാർഡിഗൺ മേടിക്കണം, സോക്സ് മേടിക്കണം, ടൈറ്റ്സ് മേടിക്കണം, എല്ലാം മേടിക്കണം. അപ്പൊ ഇത് ഇവിടെ അസ്തേ കിട്ടും കേട്ടോ. നമുക്ക് അവിടെ കയറി നോക്കാം. എന്നിട്ട് ഉള്ള സൈസിനുണ്ട് ഇവിടുന്ന് മേടിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഷോപ്പിൽ പോകണം അല്ലേ. നമ്മുടെ ആമിക്കുള്ള സൈസ് കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാണ്. കാരണം വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മള് ബാക്കിയുള്ള സൈസ് എടുക്കുന്ന പോലെ നമുക്ക് 2 വയസ്സിന്റെ എടുക്കാൻ പറ്റൂല. മാത്രമല്ല ഇവളുടെ സൈസില് 4 വയസ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 4 വയസ്സിലുള്ള പിള്ളേർ ഇവളെക്കാളും നല്ല വലുതാ. അപ്പൊ അതുകൊണ്ട് ഇവളുടെ സൈസിനുള്ളത് നോക്കണം, കിട്ടുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. അതായത് 3 എടുത്താലും അവർക്ക് മാച്ച് ആവത്തില്ല അല്ലേടി ആമി? കുരുത്തക്കേട് ഉണ്ടെന്നേ ഉള്ളൂ, അതിനുള്ള വലിപ്പമില്ല ആള്. ഇതേ ഞങ്ങളൊരു യൂണിഫോം കണ്ടെത്തി കേട്ടോ. അതെ, ഇതാണ് ഇവളുടെ പാവാട. ഇത് ഇച്ചിരി വലുതായി. വലിയ പാവാട, ലോങ് പാവാട പോലെ ആണെന്നല്ലോ. ഈ പാവാട ഇട്ടിട്ട് പോവാണ്. ഇച്ചിരി പൊക്കി പിടിക്കാണല്ലേ. ഇത്രയാണ്. എങ്ങാ പോന്നേ നീ പാവാടയിട്ട്? നീ ഇപ്പൊ ബാക്കി എന്തൊക്കെയാ വേണ്ടേ? ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഫ്ലീസ്, ജമ്പർ, വൈറ്റ് ഷർട്ട്, ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് ട്രൗസർ, ബ്ലാക്ക് ഷൂസ്, ഓക്കെ എല്ലാം വേണം. വേറെ ജമ്പർ, അത് ഇത് പിള്ളേരുടെ, ആണുങ്ങളുടെ ബർഗണ്ടി ഫ്ലീസ്, പെൺപിള്ളേരുടെ ഫ്ലീസ്, ജമ്പർ, കാർഡിഗൺ ഓർ സെറ്റ് ഷർട്ട് ഏതെങ്കിലും ഒന്ന് മതി. വൈറ്റ് ബ്ലൗസ്, പോളോ ടീഷർട്ട്, ഇങ്ങനത്തെ ടീഷർട്ട്. അപ്പൊ 3 to 4 ഇയേഴ്സിന്റെ പോളോ ഷർട്ട്. ഇത് ഇച്ചിരി വലുതായിരിക്കുമല്ലോ ഇവക്ക്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് വലുതാണ്. 5 pack 5 എണ്ണം ഉണ്ട് അതിനകത്ത്. ഇത് 3 to 4 ഇത് വലുത്. എല്ലാം ഏറ്റവും ചെറുത് ഇതേ ഉള്ളൂ, 3 to 4 ഉള്ളൂ. ഗ്രേ ഓർ ബ്ലാക്ക് സ്കേർട്ട്. ഇത് മതി സ്കേർട്ട്. വലുതല്ലേ? ഓ, ഈ പെണ്ണിനെല്ലാം വലുതാണല്ലോ. ഇത് നോക്കിയേ, 3 to 4. ഇത് ഇത്രയും വലിയ പിള്ളേരായത്. നമ്മുടെ കുഞ്ഞ് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മ ഇത് വേറെ ഓൺലൈനിൽ മേടിക്കാം. ഈ സൈസ് പറ്റൂല. പിന്നെ ഇത് ചെറിയതിനെ എടുത്താൽ മതി. അല്ലെ നെക്സ്റ്റ് പോയാലുണ്ടാവോ? ഇല്ലല്ലേ, അവിടെ എല്ലാം കളർ വേറെ വേറെ കളറായിരിക്കും. ഡിസൈൻ വേറെ ആയിരിക്കും. ഇതിനെങ്ങനെ പ്ലെയിൻ ആയിട്ട് കിട്ടില്ല അവിടെ. പിള്ളേരുടെ സെക്ഷൻ അതാ ഞാൻ പറഞ്ഞത്. നെക്സ്റ്റിലുണ്ടോ യൂണിഫോം? എന്നാ പിന്നെ അങ്ങോട്ടേക്ക് പോവാം. അതേതാ 3 to 4? ആ പെണ്ണിനെ നോക്കിക്കോണേ. ആ പെണ്ണ് 98 to 106 സെന്റിമീറ്റർ. ആമിക്കുട്ടി ഇങ്ങോട്ട് വാ മോനെ. ഇച്ചിരി ബിഗ് സൈസാ. 98 to 104. വേറൊരു കാര്യമുണ്ട്, ഈ 3 to 4 years എന്ന് പറയുന്നതാണ് പിള്ളേരെ സ്കൂളിന്റെ ടൈം. അപ്പൊ ഇതിന് താഴോട്ടുള്ളത് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇതെടുക്ക, എന്നിട്ട് പിന്നെ വള്ളിയൊക്കെ കെട്ടാം. എന്ത് പറയുന്നത് അല്ലേ മേ? അമ്മയുടെ മിഷൻ ഉണ്ടായിരുന്നു, അമ്മ തയ്ച്ചേനെ. അല്ലടി ആമി? തുന്നാൻ പറ്റൂല അല്ലെങ്കിൽ പിന്നെ എടുക്കാലോ. എടുക്കാം. ഇതിനകത്ത് ഇത് റെഗുലർ ഫിറ്റാ. ഓക്കെ, ഫിറ്റിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ചിലപ്പോ കേട്ടോ. സ്ലിം ഫിറ്റ് എടുക്ക്. സ്ലിം ഫിറ്റ് ഉണ്ടോ നോക്ക്. ഇങ്ങനെ ഉണ്ടല്ലേ, നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം കേട്ടാ. 45 ചിലപ്പോ അകത്തുണ്ടാവും. 3 to 4 ഇത്. പക്ഷേ ഇത് കണ്ടോ, ഇത് റെഗുലർ ഫിറ്റ് അല്ലേ. ഇതുപോലെ സ്ലിം ഫിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതാ മെലിഞ്ഞ്, കുറച്ചും കൂടെ മെലിഞ്ഞത്. എന്നാടി? ഇല്ല, ഇതല്ലേ മേളിൽ കണ്ടില്ലേ? ഇല്ലമ്മേ, ആ ഏജിലുള്ള ഇതിനകത്തുണ്ടെങ്കിലേ ഉള്ളൂ. അത് പക്ഷെ 4 to 5 years അല്ലേടി. അകത്ത് നോക്കാം. വാ, ഇവിടെ ഇങ്ങനെ സിമ്പിൾ അല്ല, സാമ്പിൾ നോക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്ന്. സിമ്പിൾ നോക്കാൻ വെച്ചിട്ടുണ്ട്. ആമിക്കുട്ടി അവിടെ ഓരോരോ കളർഫുള്ളിൽ പിടിച്ചോണ്ടിരിക്കും കേട്ടോ. വാ, ഡാഡി എടുത്തു തരാം. അത് വാ, ഡാഡി എടുത്തു തരാം. വാ, പോകുമ്പോ എടുത്തു തരാം. വാ, വെച്ചോട്ടെ.
മറ്റേ വെച്ച് നോക്കുന്നുണ്ടോ നിക്കടി ഇറക്കം കണ്ടോ പാന്റ് അല്ല അത് ഇൻ ചെയ്യുന്നല്ലേടി, അത് ഇൻ ചെയ്യുന്ന, അപ്പൊ അത് വിഷയമില്ല. ഓക്കെ, ഫൈനലി ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അതെ സ്ലിം ഫിറ്റ് എടുത്തു കേട്ടോ. സ്ലിം ഫിറ്റ് തന്നെ കിട്ടി. റെഗുലർ ഫിറ്റ് വരുന്നതായിരുന്നു, സ്ലിം ഫിറ്റ് കിട്ടി. ഇത് മതി, ഇത് കറക്റ്റാണ്. ഇത് അതിന്റെ മുകളിൽ ഇടുന്നല്ലേ? ഇത് കറക്റ്റ് ആയത്, ഇത് പെർഫെക്റ്റ് അടി. നല്ല രസമുണ്ട്. പെണ്ണിന്റെ അടിയത് ഇത് പെണ്ണിന്റെ. ആമിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ആമി ഷർട്ടൊന്നും എടുത്തില്ല. കോളർ വരുന്ന ഇഷ്ടമില്ല. കോളർ വരുന്നത് ബോയ്സിന്റെ. ആമി ഷർട്ട് പാന്റ് ഒന്നും ഇടും, പാന്റ് ഇടും. പിന്നെ അത് ടീഷർട്ട്, പോളോ ടീഷർട്ട്. അത് ഇതല്ല, റെഡ് ടീഷർട്ട് വേണോ? അങ്ങനെ ഫൈനലി നമ്മുടെ ആമിക്കുട്ടിക്കുള്ള ഡ്രസ്സും എടുത്തിട്ടോ. ഡ്രസ്സല്ല, നമ്മുടെ യൂണിഫോം. ഇനി നമുക്ക് വേണ്ടത് മറ്റേ ടൈറ്റ്സും അതുപോലെ തന്നെ സോക്സും. ഇതിനകത്ത് കയറണോ? അല്ല, അത് കുറെ നാളായിട്ട് ഔട്ട് ഓഫ് ഓർഡറിൽ കിടക്കുന്നു. ഇത് ഏത് വണ്ടിയാണ്? ഓടിക്ക്. എന്നെ തന്നെ ഉള്ള എടാ എന്നത് ബില്ല് ചെയ്യണമെന്ന് ചെയ്യ വേഗം. ബില്ല് ചെയ്യാൻ ഫോൺ എടുത്തായിരുന്നു. ഇറ്റ്സ് ഓക്കെ, അത് കുറച്ചു നേരേ ഉള്ളൂ. നമുക്ക് മുതലാവില്ല അല്ലേ? സ്റ്റിക്കർ ഒന്നും എടുക്കണ്ട, നടക്ക്. അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഔട്ട്ലെറ്റിലേക്കാണ്. ആമിക്ക് പറഞ്ഞാൽ ആമിക്ക് ഷൂ മേടിക്കാൻ മാത്രമൊന്നും അല്ല പോകുന്നത്. അബിക്കും കൂടെ ഷൂ നോക്കാനാണ് അബി പോകുന്നത് അല്ലേ? എനിക്കൊരു ചെറിയൊരു ഷൂ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എന്നാ കയറി വണ്ടി കയറി പോവാ. എല്ലാരും കയറിക്കോ. ആ ഓക്കെ, അമ്മ എന്നാ ഫ്രണ്ടിലിരുന്ന അവൻ. അമ്മിക്കുട്ടി ഇവിടെ കയറിയിരുന്ന. ക്യാമറ ഇവിടെ വെച്ചിട്ട് പോവാല്ലേ നമുക്ക്? ക്യാമറ മുകളിൽ തന്നെ ഇരിക്കട്ടെ, രസമല്ലേ? എന്നാ അമ്മ ഫ്രണ്ടിലാ കേറിയത്. ആമിക്കുട്ടി പിടിച്ചോ ക്യാമറ. ആമി പിടിക്ക് ക്യാമറ, എന്നിട്ട് ആമി വ്ളോഗ് ചെയ്യേ. അങ്ങനെ ഇതേ ഞങ്ങളിനി ഔട്ട്ലെറ്റിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഈ അക്കൗണ്ടിന്റെ കാര്യം പറയുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പിള്ളേർക്കൊക്കെ പാടില്ല. അപ്പൊ ആമിക്കുട്ടിക്ക് അക്കൗണ്ട് ഒന്നുമില്ല. ആമിക്കുട്ടി ഇങ്ങനെ ഞങ്ങളുടെ വീഡിയോസിൽ വരുന്നതേ ഉള്ളൂ അല്ലേ? അതേപോലെ തന്നെ എനിക്കും ഇല്ല അക്കൗണ്ട്. ആമിക്കുട്ടിക്ക് അക്കൗണ്ട് തുടങ്ങിയാൽ ഞാൻ ആണോ? പക്ഷെ ആമിക്കുട്ടിക്ക് അക്കൗണ്ടിൽ ആമിക്കുട്ടിക്ക് ഇല്ല സോഷ്യൽ മീഡിയ അക്കൗണ്ട്, എനിക്കില്ല സോഷ്യൽ മീഡിയ അക്കൗണ്ട്. നമുക്കുള്ളത് ഇതാ, നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിന്റെ ആ ഒരു അക്കൗണ്ട്. പിന്നെ നമ്മുടെ മിൻസൈം അല്ലേ? പിന്നെ ഫേസ്ബുക്കില്, യൂട്യൂബില്. ആ ഫേസ്ബുക്കില് യൂട്യൂബിലൊക്കെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഉണ്ട്. അതല്ലാതെ ഞാൻ പറഞ്ഞ എനിക്ക് എന്റെ പേരില്ല. അബിയുടെ പേരിലും ഇല്ലല്ലോ. അബിയുടെയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഞങ്ങള് പാർട്ട്നേഴ്സ് അല്ലേ ആമി? അതെ. ഇനിയിപ്പോ നമ്മൾ എവിടെയാ പോകുന്നത്? ഞങ്ങൾ ഔട്ട്ലെറ്റിലാട്ടോ അടുത്ത പോകുന്നത്. ഔട്ട്ലെറ്റില് എനിക്ക് ഷോപ്പിന്റെ പേര് ഓർമ്മയില്ല. നമ്മളിപ്പോ പോകുമ്പോ കാണും അവിടെ ഉണ്ട് ഷൂസ് ഒക്കെ അത്യാവശ്യം. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ആമിക്കുട്ടിക്ക് ഷൂസ് നോക്കാം. അതല്ലാതെ ടൗൺ സെന്ററിലും ഉണ്ട് ഒരുപാട് ഷോപ്പുകൾ കേട്ടോ. ഞങ്ങളിതേ ഷൂ തപ്പി ഇങ്ങനെ അഡിഡാസിൽ എത്തിയിട്ടോ. പക്ഷെ പ്യൂർ ബ്ലാക്ക് കിട്ടിയിട്ടില്ല. പ്യൂർ ബ്ലാക്ക് ഉണ്ടാവില്ല ഇവിടെ. നല്ല ഈ ഡിസൈൻ തന്നെ കേട്ടാ. ആമി ഇവിടെ ഇട്ട് നോക്കലും വെച്ച് നോക്കലൊക്കെ തുടങ്ങിയേ. കറക്റ്റ് ആണോടി? അല്ല, അവള് തന്നെ വെച്ച് നോക്കിയതാ അത്. അത് കറക്റ്റ്. ബ്ലാക്ക് പക്ഷെ ഇതേ ഉള്ളടി. നൈക്കിൽ പോയി നോക്കാം എന്നാലും. സൈസ് കറക്റ്റാണ് നിനക്ക്. അഡിഡാസിൽ കയറി കേട്ടോ. അവിടെ നിന്ന് ഇപ്പൊ ഇതൊരു ഷൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇട്ട് നോക്കുവാണ് കറക്റ്റ് ആണോന്ന്. പക്ഷെ സോക്സ് ഇട്ടില്ലല്ലോ ഇച്ചായ അവള്. ഓക്കെ ആയിരിക്കുമോ? ഓ കേറുന്നില്ലടി. മോനെ യൂണിഫോമിന് ബ്ലാക്ക് കളറേ പറ്റുള്ളൂ. കറക്റ്റ് ആണോ?
കറക്റ്റ് അല്ലേ? കറക്റ്റാ. കറക്റ്റാണോ ചെയ്ത് കാണിച്ചേ? കംഫർട്ടബിൾ ആണോ? ഇത് വെയിറ്റ്ലെസ് ആണ്. പിന്നെ അഡിഡാസ് അല്ലേ, ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ഇതാണല്ലേ, ബ്രീത്തബിൾ ആണ്. ഇവരെല്ലാം സെയിം ആണെന്ന് തോന്നുന്നു അല്ലേ? സെയിം തന്നെ. ഇതിന്റെ ഒരു ഫോമാ, ഇതിന്റെ ഫോം ടൈപ്പ് ഇത് കണ്ടോ? ഇത് സൈഡ് അങ്ങനെ ഇടർന്നുണ്ടെന്ന് സെയിം തന്നെയാണ്. കുറച്ചുകൂടെ നല്ലത് ബ്ലാക്ക് ഷൂ വേണം. ഇത് യൂണിഫോമിന്റെ കൂടെ വേണമെന്നല്ലേ ഉള്ളൂ. അബി ആ കാണിച്ച അതും നല്ലതായിരുന്നു കേട്ടോ. കൊള്ളൂല, കാല് വേദനിക്കുമായിരിക്കും അല്ലേ? ആ ഷൂ വലുതാടി. ഇത് ഏതാ സൈസ്? ഇത് സൈസ് വരുന്നത് ഉള്ളിലുണ്ടോ? സൈസ് കണ്ടുപിടിക്കുന്ന ദിവസം പോലുള്ളത്. ഇത് 28 UK സൈസ് 10K എന്നാണ്. 10K ആയോ? ഇവിടെ കൊണ്ടോ 10K കുറച്ച് കാണിക്കും. സെയിം അല്ല, ഇതായിരിക്കും നല്ലത്. കാരണം എന്താണെന്നറിയാവോ, വെള്ളം അങ്ങനെയൊക്കെ പിന്നെ മറിക്കുവാണെങ്കിലും അതൊന്ന് വെച്ച് ഇട്ട് നോക്കിയേ. ഇതിന് കുറച്ചുകൂടെ ഷേപ്പ് ഉണ്ട്. അതാ ഒരു പ്രശ്നം വെച്ചാ തണുപ്പ് വരുമല്ലേ. ഇവർക്ക് എന്താണെങ്കിലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട് എപ്പോഴും, തണുപ്പാണെങ്കിലും. അമ്മ ഇവിടെ വന്നിരിക്കും, വേറെ ഷൂട്ട് നോക്കാം. വേണം വേറെ ഇട്ട് നോക്കണം. എനിക്ക് ബ്ലാക്ക് ഇഷ്ടമല്ല. എനിക്ക് ഏതാ കളർ ഇഷ്ടം? അത് യൂണിഫോമിന്റെ കൂടെ ഇടാൻ പറ്റത്തില്ല. സ്കൂളിൽ പോകുമ്പോ ഇടാനാ എല്ലാരും ഇങ്ങനത്തെ ഇടുന്നേ. ആമിയുടെ ഫ്രണ്ട്സ് എല്ലാം ഇതാ ഇടുന്ന ഈ കളറായിരുന്നു. അപ്പൊ ആമയും സെയിം ഇടണ്ടേ? ഞങ്ങളങ്ങനെ നടന്നു പറഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇത് KFC കഴിക്കുവാണ് ഇപ്പം. ആമിയാണ് ഇതിനകത്ത് കേറിയപ്പോ തൊട്ട് അവൾക്ക് സ്നാക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ആമി? ഞാൻ വന്ന കാര്യം നടന്നില്ല, ആമി വന്ന കാര്യം നടന്നില്ല, പക്ഷെ നമ്മുടെ ഈ കാര്യം നടന്നു. അത് പിന്നെ അവിടെ പോയാലും മുറക്കി നടന്നോളൂ അല്ലേ? അതല്ല, പണ്ടങ്ങനെ ഒരു ഇതുണ്ടല്ലോ, പാർസൽ അയക്കാൻ പറ്റിയില്ല, പോയ ചെലവ് 200. അതെ, അതുപോലെയാണ് നമ്മുടെ കാര്യം. അപ്പൊ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് ബാക്കി ഷോപ്പിംഗ് നടത്താം അല്ലെ? മുംബൈയിലായിരുന്നു അവിടെ ട്രയൽ അടിക്കാൻ വിടും. ട്രയൽ അടിക്കാൻ പോകുമ്പോ 500 തരും, പക്ഷെ ട്രയൽ അടി നടക്കൂല. ഫുഡ് അടി കഴിഞ്ഞിട്ട് വരും. പോയ ചെലവ് 200, ബാക്കി 300. അതേപോലെ ആയി നമ്മുടെ കാര്യം. ഞങ്ങള് ക്ലാർക്സിൽ കയറി ആമിക്ക് ഷൂ നോക്കാനായിട്ട്. അപ്പൊ ഈ ഷോപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞ ക്ലാർക്സ് ഇഷ്ടമായിന്ന് പറഞ്ഞു. ബാക്കിൽ മറ്റേ ഇതുണ്ട്, ഡൈനോസർ, എന്താ സാധനം? യൂണിക്കോൺ ഉണ്ട്. യൂണിക്കോൺ ഉള്ള കാരണം പിന്നെ ഫ്രണ്ടില് ഹേർട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഇഷ്ടമായത്. അല്ലാതെ സാധാരണ ഇങ്ങനത്തെ ഈ സാധാ ഇതൊന്നും പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ. എന്നാ ആമി ലിപ്സ്റ്റിക് നോക്കുക? ആമി ഇന്ന് കാണിച്ചു കൊടുത്ത ലിപ്സ്റ്റിക് ഒന്ന് കാണുന്നു ഇവിടെ. നമ്മള് ബോഡി ഷോപ്പിൽ കയറിയപ്പോ അവിടെ നിന്ന് ലിപ്സ്റ്റിക് ഫ്രീ ആയിട്ട് കിട്ടി. എന്നാ വാ ആമിക്കുട്ടി വാ. അതെ, വേറെ നോക്കണ്ട, ഇങ്ങനത്തെ നോക്കണം. എന്റെ അമ്മേ, ഇത് മമ്മിക്കാണോ? ഒരു 10 വർഷം കഴിയട്ടെ, ഇതുപോലത്തേക്ക് ആയിരിക്കും. അത് മേച്ചോ? അത് മതി. ഇനി അടുത്തവരോട് എന്താ അങ്ങനെ ഷൂവിന്റെ കാര്യം ഏകദേശം റെഡി തീരുമാനമായി അല്ലേ? ഇവിടെ നല്ല നല്ല ഷൂസ് ഉണ്ടല്ലേ? പക്ഷെ എനിക്കുള്ളത് കിട്ടിയില്ല കേട്ടോ. അതൊക്കെയുള്ളത് കിട്ടിയില്ല. അങ്ങനെ ഇത് ഒരാൾ ഷൂ മേടിക്കാൻ പോയിട്ട് 50 പൗണ്ടിന് ഷൂ മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് 150 പൗണ്ടിന്റെ ഷൂ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ. അവള് ചിരിച്ചോണ്ട് പറഞ്ഞു വേണോന്ന് വെച്ച്. അപ്പൊ അങ്ങ് വേണമെന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല. അയ്യോടാ, അതല്ലേ ചേ. അപ്പൊ ഇതിന്റെ പാർക്കിങ്ങിന്റെ ഇത് എടുക്കരുത്, പാർക്കിങ്ങിന്റെ ഇത് എടുത്തൂടെ? 100 കൊണ്ട് പൈസ കൊടുത്ത് സാധനം മേടിക്കാൻ പറ്റുന്ന 2 നോട്ട് കൊടുക്കണം. അത്രയും മേടിക്കുന്നവർക്കുള്ള കൺസെഷനാ അത്.
എനിക്ക് അവരുടെ കൺസ്ട്രക്ഷൻ വേണ്ട. അഹങ്കാരാവാട്ടാ. ഷോപ്പിങ്ങും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതേ ഒരാൾ ഉറങ്ങിപ്പോയിട്ടാ. ക്ഷീണിച്ചു പോയി. അല്ലേലും വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ ആമി വണ്ടി കണ്ട ഇല്ലം വേണ്ടെന്ന് നടക്കുന്നതാണ്. അതെന്തൊരു ചൊല്ലാതെ വണ്ടി കണ്ട ഇല്ലം വേണ്ട. വണ്ടി കയറിയ ആമിക്ക് കട്ടിലേ കയറിയ പോലെയാണ് അല്ലേ? അതെന്താണെന്ന് അറിയോ? എന്റെ ഡ്രൈവിംഗ് അത്രക്ക് സ്മൂത്ത് ആയതുകൊണ്ടാ. അങ്ങനെ വണ്ടി കയറി ആൾക്കാരെ ഉറങ്ങണം. നീ ഉറങ്ങരുത് കേട്ടാ. ഞാൻ ഉറങ്ങും, അത്ര സ്മൂത്തിലാവും. അപ്പൊ അതോടെ പോവാം. അത്തേക്ക് വണ്ടിയുടെ ഡോറൊക്കെ അടയ്ക്കേ. ഓ ഇതേ ഇങ്ങോട്ടായി നമ്മുടെ മെയിൻ സാധനം വന്നത്. മറ്റേതെവിടെ പഞ്ചർ കിറ്റ് അതൊക്കെ എടുത്തേ. കാരണം നമ്മുടെ ടയർ ഞങ്ങക്ക് ടയർ വാഴാറില്ല അല്ലേ? ഈ ടയർ ഇപ്പൊ ഓൾറെഡി പഞ്ചറായത്. എന്തോ കയറി ഇരിപ്പുണ്ട്. നമുക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പഞ്ചർ ഇത് കിട്ടുന്നേ. അപ്പത്തേ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് അതെ ഇനി ആമിക്കുട്ടീനെ നമ്മൾ മേടിച്ച് യൂണിഫോം ഒക്കെ ഒന്ന് ഇട്ട് നോക്കിയാലോ? ഇതേ നമ്മുടെ ആമിക്കുട്ടിക്ക് നമ്മൾ ടീഷർട്ട് ഇട്ട് നോക്കി. അത് ഭാഗ്യത്തിന് കറക്റ്റ്. ഇങ്ങോട്ട് നോക്കിയിട്ട് ആമി നോക്കി അങ്ങോട്ട് നോക്കി. സൂപ്പർ. നമ്മള് മറ്റേത് എടുത്തിരുന്നെങ്കിൽ ഭയങ്കര വലുതായി പോയാനത്. ഇത് കറക്റ്റ് സൈസായി. ഇത് ഒരു സ്ലിം ഫിറ്റ് ആട്ടോ. സ്ലിം ഫിറ്റ്. ഇനി ബട്ടൺസ് ഒക്കെ ഇട്. സുന്ദരി. നേഴ്സറി ഒക്കെ കഴിഞ്ഞു നിന്റെ. ഇനി സ്കൂളിൽ പോവാ. അതിന് മുന്നേ നമുക്ക് യൂണിഫോം ഒക്കെ ഇട്ടൊന്ന് നോക്കാം. ഓക്കെ ആമിക്കുട്ടീനെ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ ചേർത്ത് കേട്ടോ. നമുക്ക് അഡ്മിഷൻ കിട്ടി അല്ലടി ആമി? അപ്പൊ ഇപ്പോഴേ ഡ്രസ്സൊക്കെ നേരത്തെ മേടിച്ചു വെക്കണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് സമയാകുമ്പോഴത്തേക്കും കിട്ടിയില്ലെങ്കിൽ പിന്നെ പണി കിട്ടും അല്ലേ? സൈസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ആക്ച്വലി ഇത് കറക്റ്റ് സൈസാ. ഇവിടെ ഭയങ്കര ചെറുതാട്ടോ. നമ്മൾ ഫോണിലോ അല്ല വീഡിയോയിൽ കാണുമ്പോഴേ വലിയ ആളെ പോലെ തോന്നും. പക്ഷെ ഭയങ്കര ചെറുതാ ആള്. ഭയങ്കര ചെറിയ സൈസാ. ഇത് വളർച്ച മുരടിച്ചു. ഞാനും ഇങ്ങനെയായിരുന്നു. ഇത് പാവാട. ഓക്കെ പാവാട അമ്മ ഇതിനകത്ത് എന്തോ. ഓ അപ്പൊ അമ്മ ചെറുതാക്കുന്നുണ്ടായിരുന്നു ഇന്നലെ. ഓക്കെ ഞാൻ ചെറുതാക്കി. അത് തയ്ക്കണം. ഇല്ല ഊരി പോയിക്കൊണ്ടിരിക്കും. പാവാട കറക്റ്റാ പക്ഷെ അല്ലേ? ലെങ്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എത്രയുണ്ട് അങ്ങനെ പിച്ച്. എപ്പോഴും നീ അങ്ങനെ പിച്ചോണ്ട് നടക്കുവോ? ഈ സോക്സ് ആണ് ഇടണ്ടേ? തൽക്കാലം ഇപ്പൊ ഇത് ഇടാല്ലേ. നമ്മുടെ അടുത്ത് ആക്ച്വലി അവക്ക് സോക്സ് ഇനി മേടിക്കാൻ ബാക്കിയുണ്ട് നമ്മളല്ലേ? സോക്സ് ആയാലും മതി. പാവാടയും സോക്സും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനത്തെ എനിക്ക് ഷൂ ഇഷ്ടമായി, ബനിയനും ഇഷ്ടമായി. ഞങ്ങൾ ഒരു തപ്പി കണ്ടുപിടിച്ചാട്ടെ ഇത്. നമ്മൾ അഡിഡാസിൽ പോയി, നൈക്കി പോയി, പിന്നെ എവിടെ പോയെ? വേറെ ഏതൊരു ഷോപ്പിലും കൂടെ 3-4 ഷോപ്പിൽ കയറി. ഫൈനലി നമുക്ക് ഇത് കിട്ടി. ഇത് ഇച്ചിരി ലൂസാണ് ആക്ച്വലി. പക്ഷെ നമുക്ക് സോക്സ് ഇച്ചിരി കട്ടിയുള്ള സോക്സ് ഇച്ചിരി കട്ടിയുള്ള സോക്സും കൂടെ ആകുമ്പോഴത്തേക്ക് ഓഹോ. ഇനി ആ ചുമപ്പും കൂടെ ഇട്ടേ. ഇത് ഒരു ഔട്ട്ഫിറ്റ്. ഇത് ഇങ്ങനെ ഇത് മാത്രം. അതിട്ട് എനിക്ക് അതും കൂടെ കാണട്ടെ. അതും കൂടെ കണ്ടോട്ടെ ഡാഡി പ്ലീസ്. പ്ലീസ് ഡി. അതും കൂടെ ഉണ്ട്. തണുക്കില്ല. കോൾഡ് ഔട്ട് ഔട്ട്സൈഡ്. എന്നാ പറഞ്ഞേ? ചുമന്ന അതിന്റെ മുകളിൽ ഇടുന്നത്. പക്ഷെ അത് യൂണിഫോമിൽ വരുന്നതാണോ അവിടെ? അത് ഇച്ചിരി കൂടെ മുടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ സൂപ്പറായിട്ട്. ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ഒന്ന് ഈ മുടി മുറിച്ചതാട്ടോ. മുടി വളരുന്നുണ്ടായിരുന്നു കറക്റ്റ്. ഞാനത് മുറിച്ച് കുളമാക്കി. എന്റെ കൈ ആക്ച്വലി നല്ല കൈയാണ്. ഞാൻ മിന്നുന്റെ എല്ലാം ഞാനാ മുടി മുറിക്കുന്നത്. എന്നെ ഞാൻ നോക്കിയതാടി വീട്ടിലെ. പക്ഷെ വളർന്നില്ല ആക്ച്വലി. അമ്മ വരുന്ന സമയത്ത് മുറിച്ചത്. അമ്മ വരുന്നതിന് തലേ ദിവസം കണ്ടല്ലേ മുറിച്ചേ. ഇപ്പൊ അമ്മ വന്നിട്ട് എത്ര 3 മാസോ 2 മാസോ എത്രയായി?
2 മാസമല്ലേ? 2 മാസം കൊണ്ട് അത്യാവശ്യം വളർന്നില്ലേ മുടി? പ്രീ സ്കൂളിലാണോ പോകുന്നേ? എവിടുന്ന് അല്ലേടി അമ്മ വരുന്ന? അമ്മ മുന്നേ കുറിച്ചു. കുറച്ചു നാൾ മുന്നേ. അത് 2ാമതും അല്ലേ മുറിച്ചത്? ഫുള്ള് മുറിച്ചത് അമ്മ വരുന്ന സമയത്തല്ലേ? നല്ല രസമുണ്ടല്ലോ ചിക്കുന്. നോക്കട്ടെ. കൈ അവിടെ നിന്ന് എടുക്കും പാന്റിന്റെ തുണിയാന്ന്. ഇഷ്ടായില്ല നിനക്ക്? പക്ഷെ ഇതാ സൂപ്പർ. ഇങ്ങനെയാ ഉടുപ്പ്. നീ ആ പാവാടയിൽ തൽക്കാലം നീ ഒരു സേഫ്റ്റി വെച്ചടി. ഇത് കണ്ട, ഇത് വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ആയത് ഇവിടെ നിന്നോളും. കണ്ട, പോയില്ല. എനിക്ക് മറ്റേ ഗോൾ സിനിമയിലൊക്കെ കാണൂലേ? ഗോൾ സിനിമ. ഓക്കെ. ബൈ. ടിങ് ടിങ് ടിങ്. എന്റെ ബാഗൊക്കെ എന്തിയേ? എങ്ങനെ തന്നെ ആമിക്കുട്ട ഇഷ്ടായോ? നല്ല രസമുണ്ട് ആമിക്കുട്ടി. ഫൈനലി നമ്മൾ ആമിക്കുട്ടിയുടെ ഇതാട്ടോ ഔട്ട്ഫിറ്റ് അല്ല, മീൻസ് യൂണിഫോം. ഇനി ആമിക്കുട്ടിക്ക് ന്യൂ ഫ്രണ്ട്സിനെ കിട്ടും, ആമിക്കുട്ടി ന്യൂ ടീച്ചേഴ്സിനെ കിട്ടും. ഇനി തൊട്ട് ആമീനെ പിടിച്ചാൽ കിട്ടൂലല്ലേ? കഴിഞ്ഞാല് ഓഗസ്റ്റ് 1 മാസം കൂടെ ഉണ്ട്. സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ? അപ്പൊ 1 മാസം കൂടെ ഉണ്ട്. 1 മാസം കൊണ്ട് നീ 1 മുതൽ 10 വരെ എണ്ണാൻ പഠിക്കണം. നിനക്ക് അറിയാവോ? 1 എണ്ണിക്ക. 1 2 3 4 5 ഇട്ടാ മതി. 5 6 7 8 9 കൊറേ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ അധികം ഒന്നും അവളെ പഠിപ്പിക്കുന്നില്ല, കാരണം നമ്മുടെ ബുദ്ധി ഒരിക്കല്ലോ. എന്നോട് ഗുണനപ്പട്ടിക ചൊല്ലാൻ പറയുമ്പോ ഞാൻ ചെല്ലുന്നു. എന്താ ഗൈസ്? അതെ, ലേൺ ചെയ്യണം സ്കൂളിൽ പോയിട്ട്. ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ നിന്നാണ് ഗുണനപ്പട്ടിക സ്റ്റാർട്ട് ചെയ്തത്. കാലത്തിൽ ഞാൻ ഇപ്പോഴും തന്നെ 1 2 2 2 2 4 3 2 6. ഞാനും വരട്ടെ നിന്റെ കൂടെ പ്രീ സ്കൂളില്? എനിക്ക് ഒരു അഡ്മിഷൻ എടുക്കോ? യൂണിഫോം കൊടുക്ക ഡാഡി. യൂണിഫോം ഇട്ട് പോവാൻ കൊതിയാണ്. തയ്ക്കാം, അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം നമുക്ക്. അതൊന്ന് ഇഞ്ച് ചെയ്ത് വെച്ചാ? അല്ലെങ്കിൽ 2 മാസം കൊണ്ട് നീ മമ്മൻ തിന്ന് വയറ് നിറയ്ക്കുവോ? വയറ് ചാടിക്കുവോ? 2 മാസം സണ്ണ് എടുത്ത് മൗത്തിൽ വെക്കാൻ. നോക്കട്ടെ ഇനി അല്ല അഴിച്ചിടുന്നല്ലേ രസം. അവർക്ക് ബെൽറ്റ് ഇല്ലേ? നമുക്കൊക്കെ ബെൽറ്റ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഞങ്ങളുടെ ആമിക്കുട്ടിയുടെ ഔട്ട്ഫിറ്റ്. അല്ല, ഇതായിരുന്നു ഞങ്ങൾ ഇന്ന് പോയെടുത്ത്. അപ്പൊ ഇനി ഇവള് സ്കൂളൊക്കെ തുടങ്ങി. ബാക്കിയെല്ലാം കറക്റ്റാ. പാവാടയുടെ ആ ഒരു വേസ്റ്റിങ് അതല്ല, ഇത് മാത്രം, ഈ സൈസ് ചെറുത് മാത്രം. ഏറ്റവും ചെറുതാ നമ്മളെടുത്തത്, മാറ്റണം. അതുപോലെ ഇത് ഇനി നമുക്ക് സോക്സും ടൈറ്റ്സും അതൊക്കെ മേടിക്കണം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് എന്നെ 11ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തൊക്കെ. അതേപോലെ നമ്മളിപ്പോ നമ്മളെ കുഞ്ഞിനെ കൊണ്ടാണ് പോകുന്നത്. അല്ല, ആക്ച്വലി നമ്മൾ കൊണ്ട് ചേർത്തു. അതെ, ഓറിയന്റേഷൻ ഡേ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നേരെ സ്കൂളിലോട്ട് പോവാണ്. ഇനിയിപ്പോ നേരെ സ്കൂളിലേക്ക് പോവാണ്. അപ്പൊ അതിന് മുന്നേ ഞങ്ങള് ജസ്റ്റ് അവളെയും കൂടെ ഒന്ന് എക്സൈറ്റ്മെന്റ് ആക്കി വെക്കണല്ലോ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട്. പുതിയ ഉടുപ്പ്, പുതിയ ഇതെല്ലാം കണ്ട് റെഡിയാണ്. ഇനി ഇങ്ങനെ കിടക്കും ഇന്നത്തെ ദിവസം. ഇനി ഊരാനായിരിക്കും ചിലപ്പോ. പണിയാ. പിന്നെ പാവാട ഊരി പോകുന്നോണ്ട് ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു വെക്കുന്ന കുറച്ച് ഡോക്യുമെന്റേഷൻ എന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെ ഒരു 5 വർഷം അല്ല, ഈ വീഡിയോ നമ്മൾ എത്ര കാലം നമ്മുടെ ഈ ഒരു ചാനലിൽ യൂട്യൂബൊക്കെ ഉണ്ടാവും, അത്രയും കാലമൊക്കെ നമുക്ക് കാണാമല്ലോ. റെഡിയാണ്. ഞങ്ങള് ആമി ജനിച്ച അന്ന് തൊട്ട് ഡോക്യുമെന്റേഷൻ തുടങ്ങിയത്. ഇപ്പൊ ആമി സ്കൂളിൽ പോകാൻ വേണ്ടി പോകാൻ 4 വർഷമായി. അപ്പൊ ആമി ജനിക്കുന്ന ആ സമയത്ത് വീഡിയോ കാണുന്നവരാരെങ്കിലും ഒക്കെ കമന്റ് കിട്ടോ. ഇവളെ വളർച്ച നിങ്ങളും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അല്ലേ. വളർച്ച എന്ന് പറയുന്നില്ല, ഇത് വളരുന്നില്ല. ഇത് കണ്ട എന്റെ ഇത്രയേ ഉള്ളൂ. ഇത് പൊക്കമൊന്നും വെക്കുന്നില്ല.
നീ പറയും പറഞ്ഞു അമ്മിക്കുട്ടി പറഞ്ഞ നീ മിടിക്കുക ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. യൂട്യൂബ് ചാനൽ കാണുന്നതിന്റെ ഗുണമാണ്. അതെ, വേറെ ചാനല് കണ്ടു കണ്ട് പറയുന്ന. അല്ല, ഈ വീടിന്റെ പുറകിലോട്ട് കാണുമ്പോഴേ ഇതെന്താ അമ്മി, ഇതിവിടെ പൂരപ്പറമ്പാണ് അമ്മി കച്ചവടം നടത്തുന്നത്. ഇവർക്ക് ടോയ്സ് മേടിച്ച് പൈസ 5% കൊടുത്ത് വീട് മേടിക്കാൻ. അയ്യോ, ആ നിമിച്ച തന്നെ അല്ല, അവള് വളരണമെങ്കിൽ അവൾക്ക് ടോയ്സ് ഇതൊക്കെ വേണം. അതിനനുസരിച്ച് നമ്മൾ മേടിക്കാറുണ്ട്. അപ്പൊ അതിന്റെയാണ് ഞാനിങ്ങനെ കണ്ടോണ്ട് പറഞ്ഞത്. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും വണക്കം.